അല്ല, ഇലക്ഷൻ ഇനി ഒരു വർഷം കൂടെ അല്ലേ ഉള്ളൂ. അതിനു മുമ്പ് എന്തിനാണ് ഈ ആവശ്യമില്ലാത്തൊരു ഉപതെരഞ്ഞെടുപ്പ്? അല്ല, ഈ ഒരു വർഷത്തേക്ക് എം ഇല്ലെങ്കിൽ എന്തോന്ന് ആകാശം ഇടിഞ്ഞുള്ളൂ. ഒരു വർഷമെങ്കിൽ ഒരു വർഷം അത്ര ആയില്ലേ. ഞാൻ പറയണത് ഓരോ വർഷവും ഓരോരുത്തർ രാജിവെച്ച് മാറിക്കൊടുക്കണം മറ്റുള്ളവരുടെ ആസ്തി വികസിക്കാൻ. ഒരു സ്ഥാനം വേണ്ടാന്ന് വെച്ച് രാജിവെച്ച് ഒഴിഞ്ഞു പോകുന്ന ആളെ പിന്നെ ഒരു പാർട്ടിയിൽ എടുക്കുകയും ചെയ്യരുത്, മത്സരിപ്പിക്കുകയും ചെയ്യരുത്. അതുമാത്രമല്ല, നിയമസഭയുടെ നിഴലിൽ പോലും കാലുകുത്താൻ അനുവദിക്കരുത്. അതാണ് ചെയ്യേണ്ടത്. ജനങ്ങളോടുള്ള കൂറ് കൊണ്ടോ ആദർശധീരത കൊണ്ടോ ഒന്നുമല്ല, സ്വാർത്ഥ താല്പര്യം കൊണ്ടാണ് പലരും രാജിവെച്ച് പോയിട്ടുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പിന് ചിലവാകുന്ന മുഴുവൻ തുകയും അനാവശ്യമായിട്ട് രാജിവെച്ച ഈ എം കയ്യിൽ നിന്ന് തന്നെ ഈടാക്കണം. ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ച് വിലപേശുന്ന രാഷ്ട്രീയ നപുംസകങ്ങളെ എന്നാണ് ജനം തിരിച്ചറിയുന്നത്? ജനം വേറെ വോട്ട് കുത്തികളായിട്ട് അതമ്പതിച്ചു പോയില്ലേ? ഈ നമ്മൾ എന്തിനാണ് ഈ പള്ളിയിലും അമ്പലങ്ങളിലൊക്കെ കാണിക്കുന്നത്? കാണിക്കെന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങളിതാ പണം തരുന്നു, നിങ്ങൾ എന്തരോ കാണിക്കും. കറക്റ്റ്. അതുപോലെ തന്നെയാണ് ഈ വോട്ട് കൊടുക്കുന്നതും. ഞങ്ങളിതാ കുത്തി തരുന്നു, നിങ്ങൾ ഞങ്ങളെ ഞെക്കി പിഴിഞ്ഞ് ഊറ്റി എടുത്ത് എന്തരോ ചെയ്യും. പൊതുജനമായ കഴുതയുടെ പുറത്ത് താങ്ങാൻ പറ്റാത്ത ഭാരം കയറ്റി വെച്ചിട്ടുണ്ട്. പോരാത്തതിന് ആസനത്തിൽ ഒരു ആപ്പും.